ഹലോ ഗൈസ്, കൃഷിയർ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇപ്പോൾ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അത് ചേഞ്ച് വേറൊന്നും കൊണ്ടല്ല, കുറച്ച് പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്രയും ദിവസം ഡിലേ ചെയ്യുമ്പോഴേക്കും ഓർത്ത് ഒരു ചെറിയ വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേരെയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരാൾ സർപ്രൈസായിട്ട് കൂടി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. അതിൽ ഗുഡ് ന്യൂസും ഉണ്ട്, ബാഡ് ന്യൂസും ഉണ്ട്. സോ നമുക്ക് അധികം ഡിലേ ആക്കാണ്ട് വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഗുഡായിട്ടുള്ള കാര്യത്തിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ ആൻഡ്രാവോ. അവനിപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ടൈം ഇവൻ ഫീഡേ എടുക്കുന്നില്ലായിരുന്നു, ആകെ ഇതായിട്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾ ആക്റ്റീവായിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല, പക്ഷേ ആളിപ്പോൾ നല്ല ആക്റ്റീവ്. ഇത് കണ്ടോ, നമ്മൾ കൈവച്ചപ്പോഴേ നമ്മുടെ അടുത്തേക്കൊക്കെ ഓടി വരുന്നുണ്ട്. ഇപ്പം നല്ല ആക്റ്റീവായിട്ടുണ്ട് ആൾ. ഇതിൽ തന്നെയായിരുന്നു നമ്മുടെ പാരഡൈസ് ഫിഷും ബ്രീഡായത്. പക്ഷേ അതിൻ്റെ ബേബീസിനെ ഞാൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ കുറച്ച് ബേബീസിനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കിട്ടിയത്രയും ഞാനെടുത്ത് മാറ്റിയായിരുന്നു. പിന്നെ ഇവൻ്റെ കളറേഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ അവൻ്റെ മേത്തെ കളേഴ്സൊക്കെ കേട്ടോ, അത്യാവശ്യം നല്ലപോലെ കളേഴ്സൊക്കെ കയറി വരുന്നുണ്ട്. മേത്ത റെഡ് സ്പോട്ടുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ താഴത്തുള്ള ആ ബ്ലൂവും എല്ലാം തെളിഞ്ഞെളിഞ്ഞ് വരുന്നുണ്ട്. ഇത് ഇച്ചിരി ഡാർക്ക് ബ്ലാക്ക് വാട്ടർ ആണല്ലോ ഇത്, അതുകൊണ്ടാണ് നമുക്ക് അത്ര വ്യക്തമല്ലാത്തത്. പക്ഷെ ആളിപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഫീഡ് കണ്ടപ്പോൾ കണ്ടോ, ആൾ കിടന്ന് ബളം വെക്കുന്ന തന്നെ കണ്ടോ. നമുക്ക് ഫീഡ് കൊടുത്തു നോക്കാം. നേരത്തെ മടിച്ചിരുന്ന ആളായിരുന്നു, ഇപ്പോൾ നല്ലപോലെ ഫീഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത ഒരു ടാങ്കായിരുന്നു ഇത്. ഇതിൽ ആദ്യം മുതൽ കണ്ടവർക്കറിയാം ഈ പ്ലാൻസൊക്കെ എങ്ങനെ ഇരുന്ന് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ഒരു ജംഗിൾ പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷ്രിംസും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് ഓരോരോ ആക്ടിവിറ്റിയിലായിട്ട് പലയിടത്തായിട്ട് നടക്കുവാണ്. പിന്നെ ഇതിലേക്ക് നമ്മുടെ പാരഡൈസ് ഫിഷിൻ്റെ കുറച്ച് ഫ്രൈസിന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതേപോലെ നമ്മൾ ടോപ്പ് വാട്ടർ യൂസ് ചെയ്തേക്കുന്ന വീഡ്സിൻ്റെ റൂട്ട് ഭയങ്കരമായിട്ട് ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രിം ചെയ്തിടണം. ഞാനിതിൽ വാട്ടർ ചേഞ്ചോ അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒന്നും ട്രിം ചെയ്യാൻ നിന്നിട്ടില്ല. ഇനി ഇതിൻ്റെ റൂട്ട്സൊക്കെ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് വിസിബിലിറ്റി വളരെ കുറവാകുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു റൂട്ട് വഞ്ഞെടുത്തുനിന്ന് സൈഡിലേക്കൊക്കെ കുറേ ഹെയർ പോലെ ഒരു ഇത് വരുന്നുണ്ട്. അത് കാരണം പ്രോപ്പറായിട്ടൊന്നും വിസിബിൾ ആകുന്നില്ല. സോ ഇനി അതൊന്ന് ട്രിം ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ അടുത്തായിട്ട് തന്നെ ചെയ്ത ഒരു വിവേറിയമായിരുന്നു ഇത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ക്രാബ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാഡ് ന്യൂസ്, ക്രാബ്സ് എല്ലാം ചത്തു. അത് ചാകാനായിട്ട് മെയിനായിട്ട് ഉണ്ടായിരിക്കുന്ന കാരണം അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇത് തന്നെയാണ്. ഞാനിതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാരോട് സംസാരിച്ചപ്പോഴേക്കുമാണ് അവരെന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അതായത് ഈ ക്രാബ്സ് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ടൈപ്പ് ഒരു സ്പീഷീസാണ്. ആൻഡ് ഒരു 2-3 ദിവസം ട്രാവൽ ചെയ്ത് വരുമ്പോഴേക്കും അവരത്ര സ്ട്രെസ്ഫുള്ളാവും. അതേപോലെ തന്നെ അവർ വഞ്ഞ ഒരു കണ്ടീഷൻ അതുപോലെയൊക്കെ ഇരിക്കും. സോ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഓരോ ദിവസം ഓരോന്ന് വെച്ച് ചാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ടാങ്ക് ഇപ്പോൾ എംപ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. അത് വേറെ ഒന്നുമില്ല. ഈ ഒരു ഈർപ്പം വന്നേക്കുന്ന കാര്യം ഇത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്രയും നന്നായിട്ട് പ്ലാന്റ്സൊക്കെ പിടിച്ചു നിന്നത് ഇതിൻ്റെ ഉള്ളിൽ. ഇത് ഈവനിങ് ആകുമ്പോൾ കുറച്ച് കുറയും, പിറ്റേ ദിവസം മോർണിംഗ് ആകുമ്പോൾ പിന്നെയും കൂടും. അങ്ങനെയാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് നല്ല രീതിക്ക് പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇനി എന്തെങ്കിലും കൊണ്ടുപോകാനോ എന്നുള്ള കാര്യം തന്നെ ആലോചിക്കുകയാണ്. നമ്മുടെ നാടനായിട്ട് കിട്ടുന്ന ചെറിയ ചെറിയ എന്തെങ്കിലും ഞണ്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ടുവന്നിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് സേഫായിട്ട് അടുത്തുനിന്ന് എവിടെന്നെങ്കിലും പോയി കളക്ട് ചെയ്യണം. ഇപ്പോൾ ഞാനിതിൽ മോസൊക്കെ നടുമ്പോഴാണെങ്കിലും ഇങ്ങനെയൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ആ മോസൊക്കെ ഇപ്പോൾ ഇതേപോലെയൊക്കെ പൊങ്ങി വരുന്നുണ്ട്. എല്ലാം നല്ല സൈനാണ് ഗൈസ്. അപ്പോൾ അതുപോലെ ഈ ഒരു കാണുന്ന ടാങ്കിൽ ഒരു പുതിയൊരു അതിഥിയും കൂടി കിടപ്പുണ്ട്. ഇത് ഞാൻ വാങ്ങാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും അല്ലായിരുന്നു, പക്ഷേ എന്തോ വാങ്ങി. ആൾ കാണിച്ചു തരാം. ആൾ വളരെ ചെറുതാണ് ഇപ്പോൾ.
നമുക്ക് കിട്ടുമ്പോൾ ഇത്രയൊന്നും ഇല്ല. ഇത് നമ്മുടെ ഷവൽ നോസാണ്, ഷവൽ നോസ് ക്യാറ്റ് ഫിഷ്. സോ ഇതാണിപ്പോൾ നമുക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരാൾ. ഇതിപ്പോൾ എൻ്റെ തീരെ ബേബി സൈസാണ്, കളറൊക്കെ കയറിയേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സൈസിൽ തന്നെ കാണാൻ നല്ല രസമാണ്. വലുതാകുമ്പോൾ എങ്ങനെയാവുന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നെ ഇവനൊക്കെ പറ്റിയ ഒരു മോൺസ്റ്റർ ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പതിയെ അതൊക്കെ ചെയ്തെടുക്കും. ഇതിപ്പോൾ നമ്മളായിട്ട് അണങ്ങിയിട്ടില്ല, കാരണം വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ ആൾക്ക് നല്ല പേടിയുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ കൈയൊക്കെ കൊണ്ട് ചെല്ലുമ്പോഴേക്കും ആൾ ഓടും. ആ ഒരു അവസ്ഥയിലാണുള്ളത്. ഈ കാണുന്ന നമ്മുടെ സ്റ്റുവേർട്ടിന് ഇട്ടേക്കുന്ന ടാങ്ക് കേട്ടോ. ഇതിപ്പോൾ പ്ലാന്റ്സ് അല്ലാതെ ഈ നട്ടേക്കുന്നതൊക്കെ പിടിച്ച് നല്ലൊരു രസത്തിലായിട്ടുണ്ട്. ഇപ്പോൾ അവൻ പേടിയൊന്നുമില്ല, അവൻ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വന്ന് ഫീഡ് എടുക്കും. ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്യാമറേൻ്റെ ലെൻസിൽ എന്തോ പറ്റിയിരിപ്പുണ്ടായിരുന്നു, അതെനിക്കറിയില്ലായിരുന്നു. അത് കാരണം ഒരു ഫോഗി എഫക്റ്റ് കയറിയിട്ടുണ്ട് കുറച്ച്. അതേപോലെ തന്നെ ഇവൻ്റെ കളേഴ്സൊക്കെ നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഇവനെ ഞാൻ ഒരിക്കലും കൈ പിടിച്ച് നോക്കിയിട്ടില്ല. പിന്നെ ഇവനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ടാങ്കും സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി നമ്മുടെ താഴത്തേക്കുള്ള ടാങ്കിലേക്കാണ് പോകുന്നത്. ഗൈസ്, അപ്പോൾ ഞാനൊന്ന് പറഞ്ഞില്ലേ, നമ്മൾ സെവറത്തിനൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സെവറം. പുതിയതായിട്ട് വന്ന സെവറങ്ങളാണ്, 2 പേരുള്ളൂ. പിന്നെ 2 പുതിയ ഓസ്കേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരാഴ്ചത്തോളം ആയിട്ടുണ്ട്. ഇവരിപ്പോൾ നമ്മളായിട്ടൊക്കെ ഇണങ്ങി അത്യാവശ്യം. ഇത് ഫീഡൊക്കെ എടുക്കുന്നുണ്ട്, നല്ലവണ്ണം കളേഴ്സൊക്കെ കയറുന്നുണ്ട്. അതേപോലെ തന്നെ അന്ന് അഗ്രസീവ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഓസ്കേഴ്സായിട്ടാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ പണിയെന്നൊക്കെ ഒരുമിച്ച് ഇങ്ങനെ നടക്കുവാണ്. ഇങ്ങനെ നടക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഒരു ബാഡ് ന്യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടാങ്കിലായിരുന്നു നമ്മുടെ ചീറ്റ ഉണ്ടായിരുന്നത്, അതായത് നമ്മുടെ ഗോൾഡൻ കോബ്ര. അവൻ ഡെഡായിരുന്നു. അവനൊരു ഇൻഫെക്ഷൻ വന്നതാണ്. പറ്റുന്ന രീതിയിൽ മാക്സിമം രക്ഷപ്പെടുത്താൻ നോക്കിയായിരുന്നു, പക്ഷേ നല്ല കൂടുതലായത് കാരണം ആൾ ഡെഡായി. ഈ ഒരു വീഡിയോ ആണ് ഞാൻ അവൻ്റെ ഏറ്റവും അവസാനമായിട്ട് എടുത്തത്. ഇപ്പോൾ കാണുന്നവർക്കറിയാം, എനിക്ക് കിട്ടുന്ന സമയത്ത് ഇവൻ വളരെ ചെറുതായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇത്രയും വലുതായി, അത്യാവശ്യം നല്ലപോലെ കളറൊക്കെ കയറി അടിപൊളിയായിട്ടൊക്കെ വന്നതായിരുന്നു. നമ്മളായിട്ടൊക്കെ നല്ലോണം അണങ്ങിയ ആളായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ചുകൂടി പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഇട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോഴുള്ള കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സോ ടിൽ ദെൻ ബൈ.